എല്ലാവർക്കും രാമായണ മാസം 20-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും സുന്ദരമായ കാണ്ഡത്തിലേക്കാണ് കടക്കുന്നത്. സുന്ദരകാണ്ഡത്തിലേക്ക് സമുദ്രലംഘനം, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം, സീതാ സന്ദർശനം, രാവണന്റെ പുറപ്പാട്, രാവണന്റെ ഇച്ഛാഭംഗം, ഹനുമൽ സീതാ സംവാദം, ലങ്കാമർദ്ദനം, ഹനുമാന്റെ പ്രത്യാഗമനം, ഹനുമാൻ ശ്രീരാമസന്നിധിയിൽ, സീതാ വൃത്താന്ത നിവേദനം എന്നിവയാണ് സുന്ദരകാണ്ഡത്തിലെ പ്രധാന പ്രമേയങ്ങൾ. ശ്രീരാമദേവന്റെ കഥകൾ കേൾക്കാനുള്ള കവിയുടെ അഭ്യർത്ഥന കേട്ടപ്പോൾ മധുരഭാഷിണിയായ കിളിമകൾ കാരുണ്യത്തോടെ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് കഥ പറഞ്ഞു തുടങ്ങി. ശ്രീ പരമേശ്വരൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, എന്നാൽ കേട്ടുകൊള്ളുക. ശ്രീരാമന്റെ കഥ പാർവതിയോട് പറഞ്ഞു തുടങ്ങി. 100 യോജന വിസ്താരമുള്ള കടൽ കടന്ന് ലങ്കയിലെത്താനായി ഹനുമാൻ ശ്രീരാമന്റെ പാദപങ്കജങ്ങളെ ധ്യാനിച്ച് വേണ്ടത്ര ശക്തി സംഭരിച്ച് വാനര സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെല്ലാവരും കണ്ടുകൊള്ളൂ. എന്റെ പിതാവായ വായുദേവനെ പോലെ വളരെ വേഗം ആകാശമാർഗത്തിലൂടെ അഭിമാനത്തോടെ രാക്ഷസ രാജാവായ രാവണന്റെ ആലയത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട്. രാമബാണം പോലെ പാഞ്ഞു ചെന്ന് ഇന്ന് തന്നെ ഞാൻ ധൈര്യപൂർവ്വം രാമപത്നിയായ സീതയെ കാണും. സകല ലോകനാഥനായ ശ്രീരാമനെ വളരെ പെട്ടെന്ന് ഞാൻ വിവരം അറിയിക്കും. ഇന്ന് ഞാൻ ധന്യനും കൃതാർത്ഥനുമായി. ഭക്തന്മാരുടെ ജനന മരണ രൂപത്തിലുള്ള സംസാര ദുഃഖം നശിപ്പിക്കുന്ന ഈശ്വരനാമം മരണസമയത്ത് ചിന്തിക്കുന്നവർ പോലും ജനന മരണങ്ങളാകുന്ന സമുദ്രത്തെ ആ ജന്മം തന്നെ അതിവേഗം തരണം ചെയ്യും. പിന്നെ അദ്ദേഹത്തിന്റെ ദൂതനായ എനിക്ക് സമുദ്രം കടക്കാൻ എന്താണ് പ്രയാസം? മാത്രമല്ല, എന്റെ ഹൃദയത്തിൽ സദാ ശ്രീരാമചന്ദ്രനും ശിരസിൽ അദ്ദേഹത്തിന്റെ മോതിരവുമുണ്ട്. അതിനാൽ സമുദ്രതരണത്തിന് എനിക്ക് ഒട്ടും ഭയമില്ല. വാനര ശ്രേഷ്ഠന്മാരെ, നിങ്ങളൊട്ടും ദുഃഖിക്കേണ്ട. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം വാൽ ഉയർത്തി, കൈകൾ പരത്തി, കഴുത്തുയർത്തി, കാലുകൾ അല്പം വളച്ച് മേലോട്ട് പൊക്കി, ഹൃദയം ലങ്കയിൽ ഉറപ്പിച്ചുകൊണ്ട് ഹനുമാൻ ദക്ഷിണ ദിക്കിലേക്ക് ചാടി. പക്ഷി രാജാവായ ഗരുഡനെ പോലെ സൂര്യന്റെ ശോഭയോടുകൂടി ആകാശത്തിലൂടെ പാഞ്ഞു പോകുന്ന ഹനുമാന്റെ ബലവേഗങ്ങൾ കണ്ട് ദേവന്മാർ സുരസയോടൊരു പരീക്ഷണത്തിനു വേണ്ടി ആ കവീന്ദ്രന്റെ സുഖകരമായ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുവാനായി നാഗമാതാവായ സുരസയെ വരുത്തി. ഹനുമാന്റെ ബുദ്ധിയും ബലവും അതിസൂക്ഷ്മമായി അറിഞ്ഞു വരിക എന്ന് ദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് അവൾ അഹങ്കാരത്തോടെ ഹനുമാന്റെ മുമ്പിലെത്തി അലറിക്കൊണ്ട് ചോദിച്ചു: അല്ലയോ വാനര ശ്രേഷ്ഠ, എന്നെ കണ്ടില്ലേ? ഭയമില്ലാതെ ഇതുവഴി സഞ്ചരിക്കുന്നവരെ ഭക്ഷിച്ചു കൊള്ളുവാൻ ഈശ്വരൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വിധിവശാൽ നീയാണ് ഇന്ന് എന്റെ ഭക്ഷണം. എനിക്ക് വലിയ വിശപ്പുണ്ട്. വളരെ വേഗം നീ എന്റെ വായിലേക്ക് പ്രവേശിക്കുക. മറ്റൊന്നും ചിന്തിച്ച് സമയം കളയരുത്. വലിയ ശരീരത്തോടു കൂടിയ സുരസയുടെ സരസമായ വാക്കുകൾ കേട്ടിട്ട് ഹനുമാൻ പറഞ്ഞു: അഖില ലോകനായകനായ ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് സീതാദേവിയെ കണ്ടെത്താൻ ഞാൻ വേഗം പോകുകയാണ്. ദേവിയെ രാക്ഷസപുരിയിൽ ചെന്ന് കണ്ടതിനു ശേഷം ഇന്നോ നാളെയോ അതിവേഗം ഞാൻ മടങ്ങി വരും. ജാനകി ദേവിയുടെ വൃത്താന്തമെല്ലാം ശ്രീരാമനെ അറിയിച്ച ശേഷം ഭയമോ ദുഃഖമോ ഇല്ലാതെ മടങ്ങി വന്ന സന്തോഷത്തോടെ ഞാൻ നിന്റെ വദന ഗുഹയിൽ പ്രവേശിച്ചു കൊള്ളാം. അസത്യമൊരിക്കലും ഞാൻ ചെയ്യുകയില്ല ദേവി. എനിക്ക് വഴി തരൂ. നിനക്കെന്റെ നമസ്കാരം. ഹനുമാന്റെ വാക്കുകൾ കേട്ട സുരസ പറഞ്ഞു: എനിക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യ. ഹനുമാൻ പറഞ്ഞു: നിന്റെ തീരുമാനം ഇപ്രകാരം ഉറച്ചതാണെങ്കിൽ വേഗം വാ തുറക്കൂ. 1 യോജന നീളമുള്ള വിപുലമായ ശരീരത്തോടെ വായുപുത്രൻ നിൽക്കുന്നത് കണ്ട സുരസ അത്ഭുതകരമായ രീതിയിൽ 5 യോജന വിസ്താരത്തിൽ വായ തുറന്നു. അപ്പോൾ ഹനുമാൻ തന്റെ ശരീരം 10 യോജന വലുതാക്കി. വർദ്ധിച്ച കൗതുകത്തോടെ സുരസ 20 യോജന വിസ്തൃതിയിൽ വാ വിളർന്നു. ഈ വായ് വളരെ വലുതാണെന്ന് കരുതി ഹനുമാൻ ശരീരം 30 യോജനയാക്കി. ഇത് മതി, ഇവൻ പരിശുദ്ധനും ആർക്കും ജയിക്കാൻ കഴിയാത്തവനുമാണ് ചിന്തിച്ചുകൊണ്ട് അവൾ 50 യോജന വാ തുറന്നു. അതുകണ്ട് ഹനുമാൻ തന്റെ ശരീരം 1 പെരുവിരലോളം ചെറുതാക്കി. അവളുടെ വായ്ക്കുള്ളിൽ കടന്ന അനന്തരം തന്റെ വലിയ തപശക്തി കൊണ്ട് വളരെ എളുപ്പം പുറത്തു വന്നിട്ട് പറഞ്ഞു: ദേവന്മാരുടെ കാര്യത്തിൽ താല്പര്യമുള്ളവളും നാഗമാതാവും ശുദ്ധയും മംഗളകാരിണിയും ശാന്തയും ശരണ്യയുമായ സുന്ദരി, നിനക്ക് നമസ്കാരം. നിന്റെ പാദകമലങ്ങൾ തന്നെയാണ് എനിക്ക് ആശ്രയം. നിനക്ക് നമസ്കാരം. വാനര ശ്രേഷ്ഠന്റെ വാക്കുകൾ കേട്ട് വീണ്ടും ചിരിച്ചുകൊണ്ട് സുരസ പറഞ്ഞു: നിനക്ക് ജയമുണ്ടാകട്ടെ. നീ സുഖമായി പോയി ശ്രീരാമനോട് സീതയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ അറിയിക്കുക. അദ്ദേഹത്തിന്റെ കോപം കൊണ്ട് രാക്ഷസവർഗത്തെ മുഴുവൻ നശിപ്പിക്കുക. നിന്റെ ശക്തിയും അറിവും വേഗവും എല്ലാം പരീക്ഷിച്ചറിയാൻ ദേവന്മാരാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. തന്റെ ചരിത്രം മുഴുവൻ അവൾ അവനോട് പറഞ്ഞതിനു ശേഷം ദേവലോകത്തേക്ക് മടങ്ങി. ഹനുമാൻ ഗരുഡനെ പോലെ കടലിന് മുകളിൽ കൂടി പാഞ്ഞു പോകുമ്പോൾ സമുദ്രം പർവ്വത ശ്രേഷ്ഠനായ മൈനാകത്തോട് പറഞ്ഞു: നീ ചെന്ന് വാനരവീരനായ ഹനുമാനെ സൽക്കരിക്കണം. സഗര മഹാരാജാവിന്റെ പുത്രന്മാർ എന്നെ വളർത്തിയത് കൊണ്ട് എല്ലാവരും എന്നെ സാഗരം എന്ന് വിളിക്കുന്നു.
ആ സഗരന്റെ വംശത്തിൽ ജനിച്ചവനാണ് ശ്രീരാമൻ. ഇവൻ അദ്ദേഹത്തിന്റെ കാര്യത്തിനു വേണ്ടിയാണ് പോകുന്നത്. സമുദ്രോപരി വിശ്രമിക്കാൻ ഇവന് മറ്റൊരിടമില്ല. അതിനാൽ നീ പൊങ്ങിച്ചെന്ന് വേണ്ടവണ്ണം ഇവന്റെ തളർച്ച തീർക്കണം. ഇത് കേട്ട് രത്നവും സ്വർണവും കൊണ്ട് നിറഞ്ഞവനായ മൈനാക പർവ്വതം മനുഷ്യരൂപം ധരിച്ച് ഹനുമാനോട് പറഞ്ഞു, അല്ലയോ കപീന്ദ്ര, ഞാൻ ഹിമവാന്റെ മകനാണ്. നീ എന്റെ പുറത്തിരുന്ന് തളർച്ച തീർക്കൂ. സമുദ്രമാണ് വേഗം എന്നെ ഇങ്ങോട്ട് അയച്ചത്. നീ തളർച്ചയും ദാഹവും മാറ്റിയിട്ട് യാത്ര തുടരൂ. അമൃതതുല്യമായ ജലവും മധുരമായ തേനും വളരെ നല്ലവണ്ണം പാകമായ പഴങ്ങളും കഴിച്ചിട്ട് യാത്രയാകൂ. ഹനുമാൻ പറഞ്ഞു, മതി മതി, ഇതൊന്നും പാടില്ല. രാമകാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഒരിടത്തും തങ്ങാൻ പാടില്ല. യാത്രക്കിടയിൽ ഭക്ഷണവും ശയനവും മാത്രമല്ല മറ്റൊരു കാര്യം ആലോചിക്കുന്നതും അനുചിതമാണ്. ശ്രീരാമന്റെ കാര്യം നിറവേറ്റുന്നത് വരെ ഇതൊന്നും പാടില്ല. ഞാൻ നിർഭയനായി യാത്ര തുടരുകയാണ്. ബന്ധുവെന്ന നിലയിൽ ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിച്ചതായി കരുതിക്കൊള്ളൂ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഹനുമാൻ പർവ്വതശ്രേഷ്ഠനെ തഴുകി. അനന്തരം സംഭ്രമത്തോടെ വായുവേഗത്തിൽ ഹനുമാൻ രാക്ഷസ രാജാവിന്റെ നഗരത്തിലേക്ക് യാത്ര തുടർന്നു. പിന്നീട് സമുദ്രത്തിലെ വളരെ ആഴമുള്ള ഭാഗത്ത് വസിക്കുന്ന ഛായാഗ്രഹണി സമുദ്രത്തിന് മുകളിൽ കൂടി പോകുന്ന ഹനുമാന്റെ നിഴൽ പെട്ടെന്ന് പിടിച്ചു നിർത്തി. ആരാണ് തന്റെ ഗതി ഇടയ്ക്ക് മുടക്കിയതെന്നറിയാൻ ഹനുമാൻ താഴേക്ക് നോക്കി. അതിവിപുല ശരീരിണിയും ഭയങ്കരിയും നീചയും ജീവികളുടെ നിഴൽ പിടിച്ചു നിർത്തി കൊല്ലുന്നവളുമായ സിംഹിക എന്ന രാക്ഷസിയായിരുന്നു വഴിമുടക്കിയവൾ. അവളെ തൊഴിച്ചു കൊന്നിട്ട് ലങ്കാനഗരിയിൽ എത്തുന്നതിന് തെക്കേ ദിക്ക് ലക്ഷ്യമാക്കി കുതിച്ചു. അസ്തമയ പർവ്വതത്തിന്റെ മുകളിൽ സൂര്യനും ലങ്കാഗോപുരത്തിന്റെ മുകളിൽ ഹനുമാനും ഒരേ സമയത്തെത്തി. ദക്ഷിണ സമുദ്രത്തിന്റെ മധ്യത്തിൽ അതിവിസ്തൃതമായ സ്ഥലത്താണ് രാവണന്റെ അതിമനോഹരമായ ലങ്കാനഗരം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ഫലങ്ങൾ, പൂക്കൾ, ഇലകൾ എന്നിവയോടുകൂടിയ മരങ്ങൾ നിറഞ്ഞതും വള്ളിക്കൂട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതും പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയോട് കൂടിയതും രത്നം, സ്വർണം എന്നിവ നിറഞ്ഞതും ദേവലോകതുല്യവും സമുദ്രമധ്യത്തിൽ ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതും ആയ അനുപമമായ ലങ്കാനഗരം സീതാന്വേഷണത്തിന് ചെന്ന ഹനുമാൻ കണ്ടു. അവിടുത്തെ സ്വർണ്ണ നിർമ്മിതമായ കോട്ടകളും പലതരം കിടങ്ങുകളും കണ്ട് അകത്ത് കടക്കുക പ്രയാസമാണെന്ന് കണ്ട് പല വഴിയും ആലോചിച്ച് മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചു. രാത്രി ഇരുട്ടത്ത് കൃഷിശരീരനായി ആളുകളില്ലാത്ത സ്ഥലത്തുകൂടി അകത്ത് കടക്കാമെന്ന് കരുതി രാക്ഷസകുല ശത്രുവായ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് ദേവവൈര്യായ രാവണന്റെ നഗരത്തിനുള്ളിലേക്ക് കടന്നു. പ്രകൃതിയാ തന്നെ ചപല സ്വഭാവിയായ ഹനുമാൻ വളരെ വേഗത്തിൽ പർവ്വത തുല്യമായ വലിയ കോട്ട കടന്നു. സ്വശരീരം മറച്ച് സീതാദേവിയുടെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് അഞ്ജനാപുത്രനായ ഹനുമാൻ ഭയമില്ലാതെ ശരീരം കടുക് പോലെ ചെറുതാക്കി ഇടതുകാൽ വെച്ച് ലങ്കയ്ക്കകത്ത് പ്രവേശിച്ചു. അപ്പോൾ ഒരു രാക്ഷസിയുടെ രൂപത്തിൽ ഉറക്കെ അലറിക്കൊണ്ടുവരുന്ന ലങ്കാലക്ഷ്മിയെ കണ്ടു. ഇവിടെ നീ ഒറ്റയ്ക്ക് വരാൻ കാരണം എന്താണ്? നീ കള്ളനാണോ? എന്താണ് നിന്റെ ആഗ്രഹം? അസുരന്മാർ, ദേവന്മാർ, മനുഷ്യർ, പശു തുടങ്ങിയ മൃഗങ്ങൾ എന്നിങ്ങനെ ഒരു ജീവിക്കും ഞാൻ അറിയാതെ ഇതിനകത്ത് കടക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ ക്രൂരമായി പറഞ്ഞുകൊണ്ട് അവൾ ഹനുമാനെ അടിച്ചു. ശ്രീരാമദൂതനായ ഹനുമാൻ കോപത്തോടെ ഇടതുകൈ മുഷ്ടികൊണ്ട് അവളെയും പ്രഹരിച്ചു. അടിയേറ്റ ലങ്കാലക്ഷ്മി ചോര ഛർദിച്ച് നിലത്തു വീണു. എഴുന്നേറ്റ ലങ്കാലക്ഷ്മി ഹനുമാനോട് പറഞ്ഞു, സഖേ, നിന്റെ കയ്യൊക്കെ എനിക്ക് ബോധ്യമായി. ഇത് ദൈവകൽപിതമത്രേ. വളരെ പണ്ട് തന്നെ ബ്രഹ്മാവിനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സകല ലോകനാഥനും സനാതനും ലക്ഷ്മീകാന്തനുമായ സാക്ഷാൽ മഹാവിഷ്ണു 28ാമത്തെ ചതുർയുഗത്തിലെ ത്രേതായുഗത്തിൽ എന്റെ പ്രാർത്ഥന നിമിത്തം ധർമ്മത്തെയും ദേവന്മാരെയും രക്ഷിക്കുന്നതിനായി ദശരഥ മഹാരാജാവിന്റെ മകനായി ഭൂമിയിൽ അവതരിക്കും. രാവണവധത്തിനു വേണ്ടി വിഷ്ണുമായ ജനക മഹാരാജാവിന്റെ മകളായി ജനിക്കും. ശ്രീരാമൻ തപസ്സിനായി സഹോദരനും ഭാര്യയുമായി വനത്തിൽ വസിക്കുമ്പോൾ രാവണൻ സീതയെ അപഹരിച്ച് ദക്ഷിണ സമുദ്ര മധ്യത്തിലുള്ള ലങ്കയിലേക്ക് കൊണ്ടുപോകും. അക്കാലത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്യും. സുഗ്രീവാജ്ഞ അനുസരിച്ച് സീതാന്വേഷണത്തിനായി വാനരന്മാർ പല ദിക്കുകളിലേക്കും സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു വാനരൻ നിന്റെ അടുത്തെത്തും. നീ അവനുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ യുദ്ധകുശലനായ ആ വാനരന്റെ അടിയേറ്റിട്ട് ആ രാമദൂതന് ലങ്കയിൽ പ്രവേശിക്കാൻ അനുവാദം നൽകണം. ഒരു ദിവസം ഒരു വാനരന്റെ കൈകൊണ്ട് നിനക്ക് അടികെട്ടിയാൽ നീ മടങ്ങിപ്പോരുക എന്ന് പറഞ്ഞ് നിർവ്യാജമായ കാരുണ്യമോടെ എന്നെ ഇങ്ങോട്ട് അയച്ചു. വളരെ കാലമായി ഞാൻ ആ വാനരനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇനി ശ്രീരാമന്റെ കാര്യം നിറവേറ്റാനായി നീ പൊയ്ക്കൊള്ളൂ. നീ ഇന്ന് ലങ്കാപുരിയെ ജയിച്ചടക്കിയിരിക്കുന്നു. രാക്ഷസകുലപതിയായ രാവണന്റെ മരണസമയവും വളരെ അടുത്തിരിക്കുന്നു. ഭഗവാന്റെ അനുചര, നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഉടനെ ചെന്ന് സീതാദേവിയെ കാണുക. ദേവശത്രുവായ രാവണന്റെ അന്തപുരത്തിലുള്ള ക്രീഡോദ്യാനത്തിലെ വൃക്ഷസമൂഹത്തിൽ പുതുപുഷ്പങ്ങളും ഇലകളുമുള്ള ശിക്ഷാഭ വൃക്ഷത്തിന്റെ ചുവട്ടിൽ രാക്ഷസികളുടെ മധ്യത്തിൽ ദുഃഖത്തോടുകൂടി പാവനാംഗിയായ സീത വസിക്കുന്നു.
വളരെ വേഗം ആകാശത്തിലൂടെ കടൽ കടന്ന് സകലേശ്വരനായ ശ്രീരാമന്റെ അടുത്തെത്തി സീതാവൃത്താന്തം അറിയിക്കുക. ഉത്തമോത്തമനായ നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഇപ്രകാരമുള്ള മധുരവചനങ്ങൾ പറഞ്ഞിട്ട് ലങ്കാലക്ഷ്മി ലങ്കയിൽ നിന്നും മറഞ്ഞു. സമുദ്രമധ്യത്തിലുള്ള ത്രികൂട പർവ്വത ശിഖരത്തിൽ ഹനുമാൻ കടൽ കടന്ന് കാലൂന്നിയപ്പോൾ സീതാദേവിക്കും രാവണനും ഒരേ സമയം ശരീരത്തിന്റെ ഇടതുഭാഗവും ശ്രീരാമന് വലതുഭാഗവും തുടിച്ചു. ഭൂമിയിൽ ജനിച്ചാൽ സുഖവും ദുഃഖവും എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. അനന്തരം ഹനുമാൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ലങ്കയിൽ പ്രവേശിച്ചു. ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന ലങ്കയിലെ എല്ലാ സ്ഥലത്തും ഹനുമാൻ സീതയെ അന്വേഷിച്ചു. രാവണന്റെ മണിയറയിലായിരിക്കും സീതയുള്ളതെന്ന് വിചാരിച്ച് സ്വർണമയവും രത്നങ്ങൾ പതിച്ചതുമായ വസതികളിലെല്ലാം സീതയെ അന്വേഷിച്ചു നടന്നു. ഒടുവിലാണ് ലങ്കാലക്ഷ്മി പറഞ്ഞ കാര്യം ഓർത്തത്. തുടർന്ന് ഉദ്യാനത്തിൽ അന്വേഷിക്കാൻ തുടങ്ങി. പൂന്തോട്ടം, അമൃത സമാനമായ ജലം നിറഞ്ഞ തടാകം, വലിയ മാളികകൾ, ഗോപുരങ്ങൾ, സഹോദരന്മാർ, പുത്രന്മാർ, മന്ത്രിമാർ, സേനാനായകന്മാർ മുതലായവരുടെ ഭവനങ്ങൾ, സ്വർണമയമായ കോട്ട, കൊടിമരങ്ങൾ, പതാകകൾ എന്നിവയെല്ലാം ചേർന്ന രാവണന്റെ മണിമാളികയുടെ ശോഭ കണ്ടാൽ അഷ്ടദിക്പാലന്മാരുടെ ഭവനങ്ങൾ നിസ്സാരമായി തോന്നും. സ്വർണവും രത്നവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭവനങ്ങളിൽ ഒന്നിലും സീതയെ കണ്ടെത്താൻ കഴിയാതെ വീണ്ടും അന്വേഷിച്ചു നടന്നപ്പോൾ പൂമണം കലർന്ന വായു വളരെ രഹസ്യമായി ഹനുമാനെ ആകർഷിച്ചു കൂട്ടിക്കൊണ്ടുപോയി. പൂന്തോട്ടവും വൻമരങ്ങളും ശിശാഭാവൃക്ഷവും അതിനടുത്ത് ലോകമാതാവായ സീതയെയും കാട്ടിക്കൊടുത്തു. വളരെ മുഷിഞ്ഞ് പാറിപ്പറന്ന തലമുടിയോടുകൂടി മലിന വസ്ത്രം ധരിച്ച മെലിഞ്ഞ ശരീരത്തോടെ ദുഃഖിതയും ഭയപരവശയുമായി നിലത്ത് കിടന്നുരുണ്ടും ഭർത്താവിനെ സദാ വിചാരിച്ചും കണ്ണുനീർ നിരന്തരം ചൊരിഞ്ഞും രാമരാമ എന്ന ഭർത്താവിന്റെ നാമം എപ്പോഴും ജപിച്ചും രാക്ഷസികളുടെ മധ്യത്തിൽ ദുഃഖത്തോടും കൂടി കഴിയുന്ന ജഗദീശ്വരിയായ സീതയെ വൃക്ഷത്തിനു മുകളിലെ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നുകൊണ്ട് വിസ്മയത്തോടെ ഹനുമാൻ വീക്ഷിച്ചു. സൂര്യവംശജനായ രഘുനാഥന്റെ പത്നിയായ സീതയെ കണ്ട് ഹനുമാൻ ചിന്തിച്ചു. ജഗദീശ്വരിയായ ലക്ഷ്മി ദേവിയുടെ തിരുവിടൽ കണ്ട് ഞാൻ അത്യന്തം കൃതാർത്ഥനായി. ശ്രീരാമചന്ദ്രന്റെ കാര്യം നിഷ്പ്രയാസം ഞാനിന്ന് സാധിച്ചു. രാമായണ മാസം 20-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.